തൃശൂർ പെരുമ്പിലാവിൽ അക്ഷയ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിൽ. റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. കൊല്ലപ്പെട്ട അക്ഷയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കൊപ്പം ലിഷോയും ബാദുഷയും ചേർന്ന് റീൽസ് എടുത്തു. ഇത് അക്ഷയ് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചത്. കൊലപാതക ശേഷം പ്രതികൾ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അത് ഇപ്പോൾ MS ലിഷോയ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ അഭിലാഷ്, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനോടൊപ്പം റീൽ ഷൂട്ട് ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കം, അതല്ലേ ഇതിനകത്ത് സംഭവിച്ചത്? അതാണ് സംഭവിച്ചത്. ചെറിയ ചെറിയ കാരണങ്ങളാണ് ഇത്തരം ഉള്ള അക്രമ സംഭവങ്ങൾക്ക്. ലിഷോയ്, ഇത് തന്നെയാണോ കാരണമായി പറയുന്നത്? അതായത് ഇഷ്ടമില്ലാത്ത ഒരാളിനോടൊപ്പം റീൽസ് ഷൂട്ട് ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കം, അതാണോ ഈ ഒരു കടുത്ത പ്രവൃത്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? തീർച്ചയായും ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായി നമുക്ക് തോന്നാം. പക്ഷേ ഇതിൽ ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ലഹരി സംഘങ്ങളാണ്. രണ്ട് സംഘങ്ങൾ ഒരു ഗ്യാങ്ങിൽ നിന്ന് മറ്റൊരു ഗ്യാങ്ങിലേക്ക് ഒരാൾ മാറി എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു വരേണ്ട കാര്യം. ഇതിൽ മുഖ്യപ്രതിയായ ലിഷോയ് ഒരാഴ്ച മുമ്പാണ് MDMA കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. 1.5 വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ഇയാൾ പുറത്തിറങ്ങിയത്. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ടുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ ഇറങ്ങിയ ശേഷം അക്ഷയും ലിഷോയും ബാദുഷയും ഒക്കെ ആദ്യം ഒന്നിച്ച് കൂട്ടുകച്ചവടമായി ഈ വണ്ടി കച്ചവടവും അതിനോടൊപ്പം തന്നെ ലഹരി കച്ചവടവും കൂടാതെ ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നതാണ്. ഇവർക്കൊക്കെ കേസുണ്ട്, ഇവരൊക്കെ ഗുണ്ടാസംഘങ്ങളാണ്. അപ്പോൾ ഇവർ ആദ്യം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ലിഷോയ് മറ്റ് ചില ആളുകളുമായി ചങ്ങാത്തം ചേർന്നു. അങ്ങനെ ചേർന്ന ആളുകളുമായി റീൽസ് എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. നമ്മൾ ആദ്യം കണ്ട ആ റീൽസാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത്. എന്തായാലും അത് വലിയ തോതിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അവിടേക്ക് ഒരു സംഘം എത്തുകയും അക്ഷയാണ് അങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ലിഷോയുടെ വീട്ടിലേക്ക് അക്ഷയ് എത്തി. ആ സമയത്ത് ബാദുഷയും അതുപോലെ തന്നെ മറ്റ് 2 സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഇവരോട് ചോദ്യം ചെയ്ത സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉടലെടുക്കുകയും പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമാണ് ചെയ്തത്. അക്ഷയ് വളരെയധികം മദ്യപിക്കുകയും ലഹരി ഉപയോഗിച്ചിട്ടുമാണ് ഈ ലിഷോയുടെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. അങ്ങനെ ആദ്യം ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന വാളെടുത്ത് അക്ഷയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അക്ഷയ് മരിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് പിന്നീട് ഈ മുഖ്യപ്രതിയായ ലിഷോയെ പിടികൂടിയത്. ഇന്നലെ രാത്രി ബാദുഷയ്ക്ക് പരിക്കേറ്റിരുന്നു. അങ്ങനെ ബാദുഷയെ ഇന്നലെ രാത്രി ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അതായത് ഈ ലഹരി ഉപയോഗവും അത് വിൽപ്പനയും, ആ വിൽപ്പനയിൽ തന്നെ ചേരിതിരിഞ്ഞുള്ള വിൽപ്പന, ആ സംഘങ്ങൾ മാറിയതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തർക്കം, അത് പിന്നീട് മറ്റൊരു സംഘത്തിന്റെ കൂടെ ഈ മുഖ്യപ്രതി റീൽസ് എടുത്തു എന്നുള്ളത് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തർക്കം. അങ്ങനെയാണ് പിന്നീട് ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. മാഫിയക്കിടയിലുള്ള തർക്കം അത് ഒരു ജീവൻ എടുത്തിരിക്കുകയാണ്, സംഘാംഗത്തിന്റെ തന്നെ ജീവൻ എടുത്തിരിക്കുകയാണ് എന്ന് പറയാം. ഒരാളിൽ നിന്ന്, ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറിയത് അടക്കമുള്ള പ്രശ്നം.